മഹാത്മാഗാന്ധിയുടെ പൗത്രനും എഴുത്തുകാരനുമായ തുഷാർ ഗാന്ധിയെ തടഞ്ഞ സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. RSS വിമർശനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തുഷാർ ഗാന്ധി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തുഷാറിനെ തടഞ്ഞവരുടെ വിദ്രോഹ മനസ്സ് ഗാന്ധി ഘാതകരുടെ മനോനിലയ്ക്ക് തുല്യമെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. മഹാത്മാഗാന്ധിയുടെ പൗത്രനും എഴുത്തുകാരനുമായ തുഷാർ ഗാന്ധിയെ RSS BJP പ്രവർത്തകർ തടയാൻ ശ്രമിച്ചതിനാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത്. കണ്ടാലറിയാവുന്ന 5 RSS BJP പ്രവർത്തകർക്കെതിരെയാണ് കേസ്. ആറ്റിൻകരയിൽ ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ തുഷാർ ഗാന്ധി നടത്തിയ പ്രസംഗമാണ് സംഘപരിവാറിനെ പ്രകോപിപ്പിച്ചത്. Now another very dangerous, insidious enemy has entered Kerala, the RSS and the BJP. The BJP we will be able to defeat, but the RSS is poison, and we have to be very cautious about it, because if it spreads in the circulation system of our country, then all is lost. എത്ര പ്രതിഷേധമുയർത്തിയാലും RSS വിഷമായ പ്രസ്ഥാനമാണെന്ന പരാമർശത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് തുഷാർ ഗാന്ധി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. And I said, no, I will not retract the statements, because I said what I believe in, and I will not retract them or apologize for them. RSS BJP പ്രവർത്തകർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ മാനിക്കുന്നു, അതുകൊണ്ട് നിയമ നടപടിക്കില്ലെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു. No, as I said, I respect their right to protest, so I don't intend to take any action against them. RSSനെ കുറിച്ചുള്ള നിലപാടിൽ മാറ്റം വരുമോ എന്ന ചോദ്യത്തിന് തുഷാറിന്റെ പ്രതികരണം ഇങ്ങനെ: RSS is a danger to the nation, and it is a vicious, venomous, violent organization. ഇതോടെ തുഷാർ ഗാന്ധിക്കെതിരെ കടുത്ത പരാമർശവുമായി BJP സംസ്ഥാന സെക്രട്ടറി S. സുരേഷ് രംഗത്തെത്തി. മഹാത്മാഗാന്ധിയുടെ പിന്മുറക്കാരൻ എന്ന നിലയിൽ തലച്ചോറ് അർബൻ നക്സലുകൾക്ക് പണയം വെച്ചയാളാണ് തുഷാർ ഗാന്ധി. രാജ്യത്തെ നാണം കെടുത്താനാണ് തുഷാറിന്റെ ശ്രമമെന്നും S. സുരേഷ് കുറ്റപ്പെടുത്തി. RSS BJP പ്രവർത്തകരുടെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ നിയമപരമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഗാന്ധിജിയെ വധിച്ചവരുടെ മാനസികാവസ്ഥയിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല ഇത്തരം വിദ്രോഹ സമീപനമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യയുടെ ആത്മാവിൽ ക്യാൻസർ പടർത്തുന്നത് RSS ആണെന്ന നിലപാടിന്റെ പേരിൽ തുഷാർ ഗാന്ധിയെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. ഗാന്ധി ഘാതകരെ ആദരിക്കുന്ന ആളുകൾ, ബഹുമാനിക്കുന്ന ആളുകൾ ഗാന്ധി നിന്ദയാണ് ഇന്നലെ തുഷാർ ഗാന്ധിയോട് ചെയ്തത്. യഥാർത്ഥ ഗാന്ധിയോടുള്ള നിന്ദയാണ് ചെയ്തത്. ഒരു കാരണവശാലും ഇത് വെച്ചുപറപ്പിക്കാൻ പാടില്ല. സംസ്ഥാന സർക്കാരും പോലീസും അതിശക്തമായ നടപടി സ്വീകരിക്കണം. CPIയും DYFIയും തുഷാർ ഗാന്ധിക്ക് പിന്തുണയുമായി രംഗത്തെത്തി. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന വെടിയുണ്ടയും അതിന് പിറകിലെ ഗോഡ്സെയും ഇപ്പോഴും സജീവമായിരിക്കുന്നു എന്നാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.